അതുകൊണ്ട് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തിൽ പാലിക്കേണ്ടത് എന്താണെന്നറിയോ? അഥവാ നിങ്ങൾ മിച്ചം വെക്കണം, പിശുക്കരുത്, ധൂർത്തും പാടില്ല. പിശുക്കും ഇസ്ലാമല്ല, ധൂർത്തും ഇസ്ലാമല്ല, നടുവിലാണ്. ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നതിലെല്ലാം പെട്ടു. അഥവാ ഉസ്തയിലാണ്, മധ്യമമായ അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ആ മധ്യമ അവസ്ഥയിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് സാംസ്കാരിക ജീവിതമാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതത്തിൽ ഒരു ഹറാമും ഇല്ലാതിരിക്കണം. ഒന്നും കൂടി റിവേഴ്സിലേക്ക് പോട്ടെ. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഹറാമ് നമ്മൾ ഭക്ഷിപ്പിക്കരുത്. ലോണ് വാങ്ങിച്ചിട്ട് മോശമായ പലിശ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ കുട്ടികളെ കൊണ്ട് നിങ്ങളത് വാങ്ങിപ്പിക്കല്ലേ. ലോണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനിവാര്യമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതും വിവാദമായേക്കാം ഒരു പക്ഷേ. കാരണം നിങ്ങൾ ലോണ് വാങ്ങരുത് എന്ന് ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകാരൊക്കെ പാടെ പ്രശ്നമാക്കും, അത് നിയമ നടപടികൾ എടുക്കും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, അമിതമായ പലിശയിൽ മുങ്ങിക്കുളിച്ച് നമ്മുടെ മക്കളെ നമ്മൾ ഭക്ഷിപ്പിക്കല്ലേ. ആവശ്യമുള്ളത് ചെയ്താൽ പോരെ. ഞാൻ ഇന്നാളൊരു സഹോദരനെ കണ്ട് എൻ്റെ അടുത്ത് കരഞ്ഞു വന്നിട്ട് പറയാണ്, 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് എടുത്തിട്ട് അവസാനം ഞാൻ ആകെ കടക്കാരനായി. ഇപ്പം 80 ലക്ഷം രൂപയോളം കടാണ്. 4 ക്രെഡിറ്റ് കാർഡ് കൊണ്ട് 80 ലക്ഷം രൂപ കടം. ആര് പറഞ്ഞു ഇതിന്? വെറുതെ കടങ്ങൾ ഉണ്ടാക്കാൻ ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കടങ്ങൾ 2 എണ്ണമാണ് ഖുദ്സിയായ ഹദീസിൽ. ഒന്നൊരു മനുഷ്യന്റെ അമിതമായ ആർത്തിയുടെ കടം, മറ്റൊന്ന് അവന്റെ അത്യാവശ്യത്തിന്റെ കടം. അത്യാവശ്യത്തിന്റെ കടം അല്ലാഹു വീട്ടിത്തരും, ആർത്തിയുടെ കടം അല്ലാഹു വീട്ടിത്തരികയില്ല. കാരണം ആർത്തി കൊണ്ടുണ്ടാകുന്ന കടം അത് അല്ലാഹുവിന്റെ ലേബലിൽ പെട്ടതല്ല. ഒരു മനുഷ്യന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, എന്നിട്ട് അവൻ 1 കോടി രൂപയുടെ വീട് വെച്ചു, അതവന്റെ 90 ലക്ഷം രൂപയുടെ ആർത്തിയാണ്. ആളുടെ അടുത്ത് 5 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ടുള്ള കാറ് വാങ്ങുന്നതിന് പകരം അവർ 50 ലക്ഷത്തിന്റെ രൂപ കട വാങ്ങി കാറ് വാങ്ങി, എങ്കിൽ 45 ലക്ഷം രൂപ അവന്റെ ആർത്തിയാണ്. അതുകൊണ്ട് അന്യ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യരുത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയൊരു സമ്പന്നനുണ്ട്, നിങ്ങൾ എടുത്തു നോക്കിക്കോ ഗൂഗിളിൽ, വാറൻ ബഫേ എന്നാണ് അദ്ദേഹത്തിനെ പറയുക. വാറൻ ബഫേ ലോകത്തിലെ മുഴുവൻ ഷെയർ മാർക്കറ്റും അദ്ദേഹമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വാറൻ ബഫറ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, ആ ടി ഉപയോഗിക്കാൻ പാടില്ല. വാറൻ ബഫേ. അദ്ദേഹം ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ മഹലിൻ്റെ പരിപാടിയിലായതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടി അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതൊക്കെ. രജനീകാന്തിൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പോയസ് ഗാർഡനിലാണ്. ഒരു സിനിമ അഭിനയിച്ചാൽ വാങ്ങിക്കുന്നത് 100 കോടി രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പോയസ് ഗാർഡനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ആ വീട്ടിൽ പോയാൽ അതൊരു ചെറിയ വീടാണ്, അധികമൊന്നും ഇല്ലാത്ത. കാരണം അദ്ദേഹം എല്ലാ വർഷങ്ങളിലും ഹിമാലയ സാനുക്കളിലേക്ക് തപസ്സിരിക്കാൻ പോവാണ്. അതിൻ്റെ ഹൈന്ദവ ഭാഗമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കല്ല. പക്ഷേ ആളുകൾ ഉയർന്നവർ താഴ്ന്നു ജീവിക്കുമ്പോഴാണ് മനുഷ്യർക്കൊരു മാതൃകയായി ഉണ്ടാവുക. വലിയ വീട് വെച്ചത്, വലിയ കാറ് വെച്ചതിന് ഞാൻ വിമർശിക്കല്ല, അവനാൻ്റെ അടുത്തുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിക്കോട്ടെ എന്ന്. PV അബ്ദുൽ വഹാബ് സാഹിബ് 3 കോടി രൂപയുടെ വീട് വെച്ചു. അന്ന് ഞാൻ വ്യക്തിനെ പറയല്ല, അന്ന് എതിർ രാഷ്ട്രീയക്കാർ ഒരുപാട് പറഞ്ഞു, കണ്ടില്ലേ 3 കോടി രൂപയുടെ വീട് വെച്ചിരിക്കുന്നു എന്നൊക്കെ. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് എൻ്റെ അടുത്ത് 300 കോടി രൂപയുണ്ട്, അതിൻ്റെ 1% കൊണ്ടാണ് ഞാൻ വീട് വെച്ചത്. എല്ലാ വർഷവും 7.5 കോടി രൂപ ഞാൻ എന്താക്കണം, ഞാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ പകുതി പൈസ പോലും ആയിട്ടില്ല എൻ്റെ വീടിന്. ഈ കേരളക്കരയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം, എൻ്റെ സമ്പത്തിന്റെ അഥവാ അവരുടെ സമ്പത്തിന്റെ 100-ൽ 1 പൈസ കൊണ്ട് വീട് വെച്ചവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം അന്ന് മറുപടി കൊടുത്തത്. ഞാൻ അദ്ദേഹത്തെ വാഴ്ത്താൻ വേണ്ടി പറയല്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളടുത്ത് 100 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾ 10 കോടിയുടെ വീട് വെച്ചോ. അല്ലാതെ ആകെ 1 കോടി രൂപ കൊണ്ട് മത്സരിച്ചിട്ട് നമ്മൾ 10 കോടിയുടെ വീടാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ ബാലൻസ് ഏറ്റവും കൂടുതലായി കിടക്കുന്ന നമ്മുടെ സാമ്പത്തിക സുഭദ്രതയിലാണ്. സാമ്പത്തികം പ്രയാസമാകുമ്പോൾ മനുഷ്യനെ കൊണ്ട് വൃത്തികേടുകൾ ചെയ്യിപ്പിക്കും, മനുഷ്യനെ വൃത്തികേടിലേക്ക് പോകും. ഇപ്പൊ എത്രയോ ആളുകൾ എന്തൊക്കെയോ വീഡിയോ എടുത്ത് വിടാൻ പൈസക്ക് വേണ്ടി മാത്രം ശരീരത്തെ പോലും വിട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വെറും പൈസ മോഹികളായിട്ട്. ഇതെന്നും അവിടെ കിടക്കാണ്, ട്രാക്ക് റെക്കോർഡാണ്, ഒരിക്കലും മാറില്ലല്ലോ ഇത്. എന്തൊക്കെയോ ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ 15,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോലം കെട്ടി ഇറങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും. അല്ല, കണ്ടന്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതിമനോഹരമായി കണ്ടന്റ് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്തോ, അതിന് അനുവാദം തരല്ല എങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന പൈസയ്ക്ക് വേണ്ടി എന്തിനും മോഹിക്കുന്ന ഒരാളായി നമ്മൾ മാറരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കു പോവുകയാണ്. അബൂബക്കർ ഫൈസിയെ, ഇവരെ പോലെ ഫൈസി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് മദ്രസ പഠിപ്പിച്ചു തന്ന്, ഉംദയും നഹ്വൊക്കെ പഠിപ്പിച്ചു തന്ന്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കിതാബ് ഓതാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയപ്പോൾ അതും പഠിപ്പിച്ചു തന്ന്, അങ്ങനത്തെ ഒരു മഹാമനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ നമുക്കറിയില്ലായിരുന്നു.
അബൂബക്കർ ഫൈസി കോന്നല്ലൂരിലുണ്ടായിരുന്ന ആദ്യത്തെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഖതീബ്, തങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് തൊട്ട് ശേഷം, തങ്ങളവിടെ പഠിച്ചതിന് ശേഷമുള്ള ഖതീബ്, ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വീട് എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു മനുഷ്യനോടൊന്നും ചോദിക്കില്ല, ഒരു മനുഷ്യനോടും ഒന്നും. എന്ത് തന്നെ പറഞ്ഞാലേ ആവശ്യമില്ല എന്നറിയും. നല്ല വയലറിയും. വയലറിയാൻ പോകുന്നിടത്തേക്ക് വണ്ടിയിട്ട് എന്നാൽ ഞാൻ നടന്നിട്ടാണ്ട് വരാം. എന്നിട്ടൊരു കറുത്ത ബാഗും തൊക്കത്ത് വെച്ചിട്ടൊരു ഒറ്റ പോക്കാണ്. പാവം മനുഷ്യൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പള്ളിയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഉസ്താദിനൊന്ന് പോയി കാണണമെന്ന്. 15-20 കൊല്ലമായിക്കണം ഞങ്ങൾ മഹലിൽ നിന്ന് പോയിട്ട്, വയസ്സായിക്കണ്. കാണണമെന്ന് തോന്നി. ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് മറ്റുള്ളവരോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയാലോ? അപ്പോൾ ചിലർ പറഞ്ഞു, ഓ അവിടെ പോയി വരുമ്പോഴത്തേന് നേരം കുറയാൽ പലർക്കും വീടും അറിയില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. നല്ല മനുഷ്യന്മാരുടെ ഗതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിട്ടേക്ക്, നമ്മളത്ര വലിയ നല്ല ആൾക്കാരൊന്നും ആവില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, അദ്ദേഹത്തെ പഠിപ്പിക്കൽ കാര്യങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. കുറേ പോകണം. കോളിംഗ് ബെല്ല് നെക്കി, ചെറിയൊരു വീടാണ്. കോളിംഗ് ബെല്ല് നെക്കിയിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു ഭാര്യ ഉള്ളൂ, അദ്ദേഹം അവിടെ ഇല്ല. അഥവാ ഇയാൾ ഭാര്യ മൂലൊക്കെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ ഉസ്താദിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, മിംസിലാണെന്ന് പറഞ്ഞു. ഏത് മിംസിലെന്ന്? ചിന്ന മിംസിലെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയി. മിംസിലെത്തി. ഞങ്ങൾ 5-8 ആൾക്കാരുണ്ട്. മിംസിലെത്തിയപ്പോൾ ഏകദേശം 10-11 മണിയായിട്ടുണ്ട്. ഡിസ്ചാർജ് ബില്ലും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 79,000 രൂപയുടെ ബില്ല്. തലക്കൊരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ബില്ലാണ്. ഒരു മോനുണ്ട്, കുറേ പെൺകുട്ടികളും പിന്നെ ഒരു മോനാണ്. ആ മോന് ദർസ് പഠിക്കുന്ന മോനാണ്. കുറച്ച് വലിയ മോനാണെന്നാലും ജോലിയൊന്നും ആയിട്ടില്ല ആ സാധുവിന്. ഇങ്ങനെ ബില്ലും കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ച് ഇപ്പോൾ റാഹത്തായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ മോനിങ്ങനെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞ് പൈസൻ്റെ കാര്യം എന്താ? അവനൊരൊറ്റ കരച്ചിലാണ്. ആ സാധുവിൻ്റെ കയ്യിൽ 10,000 രൂപ പോലും എടുക്കാനില്ല. 79,000 ബില്ല് വരുന്ന ആ സാധുവിന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്താണ് പഴയ ശിഷ്യന്മാരെ കയറി ചെല്ലണത്. നിങ്ങൾ വിട്ടേക്കിൻ. എവിടെയോ കിടക്കുന്ന 17 കൊല്ലം മുമ്പേ പഠിപ്പിച്ചു വിട്ട ഏതോ കുട്ടികളുടെ മനസ്സിൽ ഒരു തോന്നൽ തോന്നിപ്പിച്ചതാര്? അള്ളാഹുവാണ്. ആ ഉസ്താദിനെ തേടി പുറപ്പെട്ടത് എന്ത്? അള്ളാഹുവാണ്. ആ ഉസ്താദിന്റെ നന്മയാണത്. ഒരിക്കലും പോയവരുടെ നന്മയായി നിങ്ങൾ കാണരുത്. ആ പാവം മനുഷ്യന് 11 മണിക്ക് മിംസിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ 79,000 ബില്ല് കിട്ടുമെന്ന് പാവം അബൂബക്കർ ഫൈസിക്ക് അറിയില്ല. പക്ഷേ എവിടെയോ കിടക്കുന്നതും 17 കൊല്ലത്തിന് ശേഷമൊക്കെ സംസാരിക്കുകയാണ് ഒരു പള്ളിയിൽ ഇരുന്നിട്ട്. ആളെ കാണാൻ അന്ന് തന്നെ പഠിച്ചോൻ തർത്തീബാക്കുകയാണ്. എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ആ ബില്ല് അടച്ച് തീർക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈമാനുള്ള ഒരു മനുഷ്യൻ സാമ്പത്തികം മോഹിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവന് പ്രപഞ്ചത്തിനെ ഒരുക്കി കൊടുക്കുക എന്നത്, ആളുകളെ ഒരുക്കി കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിമിത്തമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ നിമിത്തമാണ്. അതുകൊണ്ട് നമ്മൾ ഹലാലായ രീതിയിലല്ലാതെ മുന്നോട്ട് പോകരുത്. ഒരിക്കലും 1 സെന്റ് പോലും മഞ്ഞേണ്ടത് നമ്മൾ ആഗ്രഹിക്കരുത്. വില കൂട്ടി പറഞ്ഞുകൊണ്ട് റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവരാകാം. അപ്പുറത്ത് 50,000 ആയിരിക്കും, എന്നിട്ട് മറ്റൊടുത്ത് പോയിട്ട് പറയാം 75 പറഞ്ഞത് 70 കിട്ടുന്നു, എന്നിട്ട് തലയിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിലേക്ക് അതിന് പേര് പറയാ. ഹറാമാണ്, പച്ച ഹറാം. ഒരു മനുഷ്യന്റെ സ്വത്ത് വിൽക്കുക, ആ മനുഷ്യന്റെ സ്വത്ത് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കയറ്റി വിൽക്കുക, അയാൾ എന്നിട്ട് അത് അറിയാതിരിക്കുക. നിങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ തിരക്കടില്ല. വാങ്ങിക്കാതെ അദ്ദേഹത്തോടും ഇവിടെയും പറയാതെ തലയിൽ കെട്ടിയിട്ട് വിൽക്കുക ശുദ്ധ ഹറാമാണ്. അതെങ്ങാനും നമ്മുടെ മക്കളുടെ അടിവയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, ഇന്ന് നിങ്ങൾ കട്ടുണ്ടാക്കിയ 20,000 രൂപയല്ല 2 കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഇതേ മക്കള് ഭാവിയിൽ നിങ്ങൾക്കുണ്ടാക്കുക. അന്ന് നിങ്ങൾക്ക് നികത്താൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ 2 കോടിയുടെ നഷ്ടം നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കി തരിക. കാരണം ഹറാമായ മേഖലയുടെ ഈ രീതിയിൽ സമ്പാദിക്കുക എന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്.